അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അതെ, ഫസീലയെ നവാസ് തിരിച്ചെടുക്കുകയാണ്. ആ ഒരു സന്തോഷ വാർത്ത പുത്തൻ വീട് തറവാടിനും വല്ലാത്തൊരു സന്തോഷമായി. ആ മക്കൾ അനാഥമായി പോകുന്ന ആ ഒരു അവസ്ഥയിൽ നിന്ന് അവർ നല്ലൊരു ജീവിതത്തിലേക്ക് കടക്കുകയാണല്ലോ. നവാസിൻ്റെ മനസ്സിൽ ആദ്യമൊക്കെ ദേഷ്യമായിരുന്നു. പക്ഷെ പിന്നീട് അങ്ങോട്ട് എന്താണെന്നറിയില്ല, ഉസ്താദിൻ്റെ ക്ലാസ്സും ക്ഷമയുടെ ക്ലാസ്സും എല്ലാം കൂടി കേട്ടപ്പോൾ അതെ, ഒരുപാട് ആദ്യം നമ്മുടെ ഫസീല തന്നെ നന്നായി. എന്നാൽ പിന്നീട് നവാസിനും മനസ്സിൽ അങ്ങനെ തോന്നി തുടങ്ങി. അതെ, പടച്ച റബ്ബിനെ മുമ്പിൽ നമ്മളെല്ലാം അർപ്പിക്കുക, എല്ലാം അള്ളാഹുവിന് മുമ്പിൽ സമർപ്പിച്ചു കഴിഞ്ഞാൽ പടച്ച റബ്ബ് നമുക്കുള്ള വഴി കാണിച്ചു തരും. പക്ഷേ നവാസിൻ്റെ മനസ്സിൽ മറ്റൊരു വേദനയുണ്ടായിരുന്നു. അത് സൗദ ചെയ്ത ആ വേദന. സൗദ, ഞാൻ നിനക്ക് എത്ര എത്ര അനുഗ്രഹങ്ങൾ, അല്ല നിനക്ക് എത്ര സൗകര്യങ്ങൾ, നിനക്ക് നിൻ്റെ വേണ്ട രീതിയിലെല്ലാം ചെയ്തു തന്നിട്ടും നീ ഇങ്ങനെ ചെയ്തല്ലോ എന്നുള്ള വേദന നവാസിൻ്റെ മനസ്സിൽ നന്നായിട്ടുണ്ടായിരുന്നു. എന്നാൽ ആരൊക്കെ തന്നെ അങ്ങനെ തെറ്റിപ്പോവുകയാണെങ്കിൽ അവർ തിരിച്ചു വരുന്നൊരവസ്ഥയാണ്. അതുപോലെ തന്നെ ഫസീലയും കാരണം ഒരുപാട് തെറ്റുകളൊക്കെ ചെയ്തു പോയി, ഓരോന്ന് കാട്ടിക്കൂട്ടി അവസാനം ഒന്നുമില്ലാത്ത അവസ്ഥ. ഇപ്പോഴിതാ അവൾ വീണ്ടും നവാസിൻ്റെ ഭാര്യയാകുവാൻ വേണ്ടി ഒരുങ്ങിയിരിക്കുകയാണ്. എന്നാൽ സൗദിയുടെ കാര്യം ഒന്നുമില്ല റബ്ബേ, ഗർഭിണിയായിപ്പോയി. അതാണ് നവാസിന് വേദന. ഗർഭിണിയാകുക എന്ന് വെച്ചാൽ റഹ്മാൻ, എൻ്റെ കുഞ്ഞാണ് അവളുടെ വയറ്റിൽ വളരുന്നത്. അതുകൊണ്ട് തന്നെ അവളെ സംരക്ഷിക്കേണ്ട ബാധ്യത എനിക്കുണ്ട്. പക്ഷേ അവൾ ചെയ്തു പോയ കാട്ടിക്കൂട്ടിപ്പോയ കാര്യങ്ങൾ ഞാൻ തത്ത പറയുന്ന പോലെ പറഞ്ഞു. എൻ്റെ സൗദ, നീ ഇറങ്ങല്ലേ, നിനക്ക് 2 ആഴ്ച കഴിഞ്ഞിട്ട് പോകാം. 2 ആഴ്ച കഴിഞ്ഞിട്ട് നല്ല രീതിയിൽ ആളുകളൊക്കെ കൂട്ടിയൊരു ഫംഗ്ഷനുണ്ട്, അതിനുള്ള സമയമായി. നവാസ് അത് ഓർത്തിരുന്നു. അത് നവാസിനറിയാം അവളുടെ ഡേറ്റും കാര്യങ്ങളും എല്ലാം. എന്നാൽ ഇപ്പോഴിതാ ആ 2 ആഴ്ചയായി. 2 ആഴ്ച ആയപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥ. ഇന്ന് പുത്തൻ വീട് തറവാട്ടിൽ നല്ല ഫംഗ്ഷൻ നടക്കേണ്ട ദിവസമായിരുന്നു. എല്ലാവരെയും വിളിച്ചു കൂട്ടിയിട്ടുള്ള നല്ലൊരു പ്രാർത്ഥനയോടുകൂടി അവളെ പ്രസവത്തിന് കൊണ്ടുപോകുന്ന നല്ലൊരു ചടങ്ങ് അവളായിട്ടതെല്ലാം ഇല്ലാതാക്കി. അത് കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ പോകണം, കാണിക്കേണ്ട ടൈമായിട്ടുണ്ട്. ഇതൊന്നും ഇവർക്ക് ഓർമ്മയില്ലേ? എന്താവോ? ശരിക്കും നവാസ് അതിനെക്കുറിച്ച് ചിന്തിച്ചിരിക്കുകയായിരുന്നു. പെട്ടെന്നാണ് ഉമ്മയും ഷാമോനൊക്കെ അങ്ങോട്ട് വന്നത്. കാറിൻ്റെ ശബ്ദം കേട്ട് നവാസ് വാതിൽ തുറന്നു. അല്ല, ഉമ്മയൊക്കെ എത്തിയോ? മോനെ നവാസേ. ആ ഉമ്മ. എൻ്റെ പൊന്നു മോനെ. അല്ലുമ്മ, എന്തേ പോയിട്ട്? മോനെ, ഓൾക്ക് സമ്മതം സന്തോഷമാണ്. അത് നിൻ്റെ ഭാര്യയാകുക എന്നതിനുള്ള ആ ഒരു സന്തോഷം. അതിലുപരി മക്കൾക്ക് അതെ അവളൊരു ഉമ്മയായി തിരിച്ചു വരികയാണ് എന്നുള്ള സന്തോഷവും. എൻ്റെ കുട്ടി ഓക്കെ അല്ലേ? ഉമ്മ, ഓൾ ഓക്കെ പറഞ്ഞോ? ആ മോനെ, ഇനിയിപ്പോൾ എന്ത് പറയാനാ? അവൾക്ക് സന്തോഷമല്ലേ ഉണ്ടാവുള്ളൂ. അവളുടെ ഒറ്റപ്പെട്ട ജീവിതത്തിൽ നിന്ന് നമ്മൾ കൈപിടിച്ച് കൊണ്ടുവരല്ലേ ഒരു കുടുംബജീവിതത്തിലേക്ക്. എൻ്റെ മോന് എന്തൊക്കെ തന്നെയാലും അതിനുള്ള ഒരുക്കങ്ങളൊക്കെ നീ തുടങ്ങിക്കോളി. ഉമ്മ, അതെ, വിഷമിച്ചു കൊണ്ടിരുന്ന നവാസിൻ്റെ മനസ്സിലേക്ക് ആ ഒരു സന്തോഷവാക്കുമായാണ് ഐഷുമ്മ എത്തിയത്. എന്നാൽ പെട്ടെന്ന് ഷമ്മാസ്, നവാസ്ക ഒക്കെ ഓക്കെയാണ് കേട്ടോ, അൽഹംദുലില്ലാ, റാഹത്തോടു കൂടി അങ്ങ് നടത്തണം. പിന്നെ ഇനി ഇൻഷാ അല്ലാ നല്ലൊരു ജീവിതം കെട്ടിപ്പടുക്കണം കേട്ടോ. ഇൻഷാ അല്ലാ, തീർച്ചയായും. അല്ലിക്ക ഇനിയിപ്പോൾ. എന്നാൽ ഈ സമയം അതാ ഉമ്മ പറയുന്നു, മോനെ നവാസേ, സൗദൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കണ്ടേ? ഇങ്ങനെ നിർത്തിയാൽ പറ്റുമോ? എൻ്റെ അഭിപ്രായത്തിൽ ഒരാളെയും വേദനിപ്പിക്കണ്ട എന്നാണ്. ഏതായാലും ഫസീല തിരിച്ചു വന്നു. ഫസീലെ മക്കളും നമുക്ക് ആ പുതിയ വീട്ടിൽ നിർത്താം. സൗദൻ്റെ കാര്യം ഉമ്മാൻ്റെ കുട്ടി ഒന്നുകൂടി പോയി. ഉമ്മ, ഞാൻ അത്ര പറഞ്ഞിട്ട് പോലും ശരിയാണ്. എൻ്റെ കുട്ടി അത്ര പറഞ്ഞിട്ട് അവൾ ചെയ്തില്ലല്ലോ. ഇനിയിപ്പോൾ എന്തൊക്കെയാവും. അല്ലെങ്കിൽ പോലെ ഉമ്മമാരിങ്ങനെ കാട്ടാൻ പാടുണ്ട്. മക്കൾക്ക് പറഞ്ഞു കൊടുക്കല്ലേ വേണ്ടത്. മക്കൾക്ക് ഉമ്മമാർ പറഞ്ഞു കൊടുക്കണം, ഭർത്താവിനെ ബഹുമാനിക്കണം, ഭർത്താവിൻ്റെ വീട്ടുകാരെ സ്നേഹിക്കണം എന്നൊക്കെ. ഒരുപാട് ജോലി ചെയ്യുക എന്നതിലല്ല, അതെ, പരസ്പരമുള്ള ഒരു സ്നേഹം അതന്നെയാണ്. പിന്നെ ബഹുമാനമില്ലാത്ത കാട്ടിക്കൂട്ടലും അതൊക്കെ ആവുമ്പോൾ അത് ആർക്കായാലും ഒരു വിഷമം തോന്നൂലേ? അതൊക്കെ ഉമ്മമാർ പറഞ്ഞു കൊടുക്കേണ്ടതല്ലേ? അതൊന്നും പറഞ്ഞു കൊടുത്തിട്ടില്ലേക്കും. എന്നാലും എൻ്റെ നുസൈബ, അതൊന്നും പറയേണ്ട ആവശ്യമില്ല. അതൊക്കെ കണ്ടറിഞ്ഞ് ഓൾക്ക് തന്നെ ചെയ്യാൻ തോന്നും. ഓളെക്കുറിച്ച് ഞാൻ പറയില്ല. എന്നാലും ഒരു മാതൃകയായ പെൺകുട്ടിയാണ് നുസൈബ എന്നുള്ള പെൺകുട്ടി.
അള്ളാ ക്ഷമയുടെ പര്യായം ക്ഷമിച്ചതുകൊണ്ട് പഠിച്ചോൻ ഓൾക്കുന്ന നല്ല രീതിയിലുള്ള ജീവിതം കൊടുത്തു. അതെ, അവൾ ആദ്യം വിവാഹം കഴിച്ചിട്ടുണ്ട് എങ്കിലും രണ്ടാമത് ഒരു കല്യാണം കഴിക്കാത്ത ചെറുപ്രായക്കാരൻ കുട്ടീനെയാണ് ഓൾക്ക് കിട്ടിയത്. അതൊക്കെ ക്ഷമൻ്റെ പര്യായം കൊണ്ട് തന്നെ പഠിച്ചോൻ കൊടുത്തതാണ്. പിന്നെ ഓൾ നല്ല രീതിയിൽ നിൽക്കണ്. പഠിച്ചോനെ ഇനിയിപ്പോൾ ഷമ്മാസ് ഇങ്ങനെ കാത്തിരിക്കുകയാണ് ഇന്ന് നാളെ വിചാരിച്ച് കണ്ട്. അതിനിടയിൽ ഷമ്മാസ് അതാ അവളുടെ വീട്ടിലേക്ക് പോയിരുന്നു. എന്നാൽ ഐഷുമ്മയായിരുന്നു അതിനും ഏതെടുത്തത്. മോനെ ഷമ്മാസേ. ആ എന്തുമ്മ? അല്ല മോനെ, ഇമ്മാൻ്റെ കുട്ടി ഒരു കാര്യം മറന്നോ? എന്ത്? അല്ലേ ഈ എൻ്റെ ഏട്ടൻ്റെ കല്യാണം ശരിയാക്കി കൊടുക്കണതും അതൊക്കെ റെഡിയാക്കി കൊടുക്കണ്ടല്ലോ. എല്ലാത്തിനും എൻ്റെ കുട്ടി മുൻപന്തിയിലാണല്ലോ. അല്ല ഇമ്മാൻ്റെ കുട്ടിക്ക് ഒരു സംഭവം ഉണ്ടല്ലോ. എന്തി ഉമ്മ? ഒക്കെ മറന്നുല്ലേ? എന്നാ എൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറി? ഈ മറന്നോ? ഉമ്മ അതെ അനക്ക് ഓർമ്മയില്ലെങ്കിലും എനിക്ക് ഓർമ്മ ഉണ്ട്. ഒരു സമ്മാനം കൊടുക്കാൻ പോണ്ടേ? ഏ എന്താ എൻ്റെ മോനെ ഈ ഇങ്ങനെ പോണ്ടേ? നമുക്ക് എല്ലാവർക്കും വേണ്ടത് പോവാ. കുട്ടിനെ ഒന്ന് കണ്ടുവരാലോ. ഉമ്മ എന്താ ഗിഫ്റ്റ് കൊടുക്കുക? ഗിഫ്റ്റ് ഞാനല്ല പറയല, ഇത് എനിക്കുള്ള ഗിഫ്റ്റാണ്. കാരണം വെഡ്ഡിങ് ആനിവേഴ്സറി എന്ന് വെച്ചാൽ ഇത് എൻ്റെതാണ്. ഈയും ഓളും ഒരുമിച്ച് എന്ന് ദിവസമാണ് ഒരുമിച്ച് തുടങ്ങിയത്. ആ ദിവസത്തെ ഒരു ഗിഫ്റ്റ് ഓൾക്ക് നല്ലൊരു ഗിഫ്റ്റ് തന്നെ കൊടുക്കണ്ടേ? കൊടുക്കാൻ ഞാൻ പറ്റൂലല്ലോ. ഉമ്മയുടെ ആ ഒരു വാക്ക് പഠിച്ചോനെ എൻ്റെ ഉമ്മാക്ക് എല്ലാം ഓർമ്മ. ഇങ്ങളെ വിചാരം എന്താ? അതെ, എന്ത് ഡേറ്റും കാര്യങ്ങളും നിങ്ങൾക്ക് ആർക്കും അറിയില്ലെങ്കിലും എല്ലാത്തിനും ഡേറ്റും കാര്യങ്ങളും ഉമ്മാക്കറിയാം മക്കളെ. അതിപ്പോൾ മക്കളെ പെറ്റതാണെങ്കിലും ഇനിയിപ്പോൾ കല്യാണം കഴിഞ്ഞതാണെങ്കിലും പ്രസവം കഴിഞ്ഞതാണെങ്കിലും ഒക്കെ അല്ലുമ്മ നമ്മൾ കൊണ്ടുവരാൻ എൻ്റെ പൊന്നാര കുട്ടിയെ അയക്കണോ? 90 വരെ നിൽക്കണ്ടേ? അനക്ക് ഇനിയിപ്പോൾ അങ്ങനെയാണെങ്കിൽ കൊണ്ടുവരാ. എന്താ വേണ്ടിയത്? അങ്ങനെയല്ല. ഓനങ്ങോട്ട് കുട്ടിനെ കളിപ്പിക്കായിട്ട് ഇപ്പം തൽക്കാലം എനിക്ക് 2-3 മക്കൾ ഇവിടെ കളിപ്പിക്കാനുണ്ട്. ഇനിയിപ്പോൾ 90 കൊണ്ട് കഴിഞ്ഞിട്ട് ഇവിടെ കൊടുന്നാൽ ഓൾക്ക് ഇനി കോളേജിലും പോവാം. കുട്ടീനെ എനിക്ക് നേരം വെളുക്കോളും രാവിലെ ഒക്കെ കളിപ്പിച്ച എന്തേ പറ്റൂലേ? ഉമ്മ അത് അങ്ങനെയല്ല. അങ്ങനെ തന്നെയാണ്. അതിന് തന്നെയാണ് കുട്ടീനെ കളിപ്പിക്കാനല്ലേ ഈ വരാൻ പറയണത്. എൻ്റെ പൊന്നാരൻ്റെ ഷാമോനെ ഞാൻ എൻ്റെ അടുത്ത് തന്നെ ഇക്കാരോള് എന്നും. ഇനി അവിടെ പോയി നിൽക്കലൊക്കെ കുറവല്ലേ? ഏറി വന്നാലും 1-2 ദിവസം പോയി നിൽക്കും, അല്ലെങ്കിൽ ഒന്ന് പോയി പോരും. നുസൈബാക്ക് അവിടെ നിൽക്കാൻ വലിയൊരു ഇതൊന്നും ഇല്ല. ഓൾക്ക് ഇവിടെ അങ്ങ് നിൽക്കണം, അതൊരു പൂതിയ. അത് പറഞ്ഞിട്ട് കാര്യമില്ല. എന്നാലും ഉമ്മാൻ്റെ കുട്ടി ഒന്ന് പോയിക്കാണ്ട് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് വാങ്ങിക്കൊടുന്നാണെങ്കിൽ നമുക്കൊന്ന് പോയി തരാമല്ലോ. എന്തേ ഞാനിങ്ങനെ വിചാരിച്ചിരിക്കുന്നു, ഇജെന്താ പറയാത്ത കല്യാണം കഴിഞ്ഞ ദിവസമായിട്ടും എന്തിപ്പോൾ പറയാത്ത വിചാരിച്ച് ഇങ്ങനെ നിൽക്കുക. ഏതായാലും എൻ്റെ കുട്ടി ഒരു കൊല്ലമായപ്പോത്തിനെ ഒരു കുട്ടിയായി. മാഷാ അല്ലാ, അതും വലിയ ബർക്കത്ത് തന്നെയാണ്. പെൺകുട്ടി തന്നെ കിട്ടിയിരിക്കണതും എനിക്ക്. പെൺകുട്ടികളെന്ന് വെച്ചാൽ എന്താ എൻ്റെ പൊന്നു മോനെ, വീടിൻ്റെ ബർക്കത്താണ്. അതെ, ആ പെൺകുട്ടികളുടെ ചിരിയും കളിയും ആ വീട്ടിലിങ്ങനെ ഉയർന്ന് കേൾക്കുമ്പോഴേ റഹ്മത്തിൻ്റെ മലക്കുകൾ ഇങ്ങനെ വീട്ടിലേക്ക് വരുന്ന എന്ന് കരുതി ആൺകുട്ടികളെ വേണ്ടാന്നല്ല കേട്ടോ. പെൺകുട്ടികളാകുമ്പോൾ അത് മൂത്തത് പെൺകുട്ടിയായി കഴിഞ്ഞാൽ ബർക്കത്താണ് മോനെ. അതെൻ്റെ നവാസിന് മൂത്തത് പെണ്ണെന്നാണ്. എനിക്ക് മൂത്തത് പെണ്ണ് കിട്ടിയിട്ടില്ല. ഏതായാലും എനിക്ക് 3ാമത്താണ് പെണ്ണ് കിട്ടിയത്. പിന്നെ ഒരു ചൊല്ലുണ്ട്, 3 പെണ്ണിനെ പറ്റി 4ാമത്തെ ആണായ നാട്ടുകാർക്ക് ഉപകാരം ഉണ്ടാവുമെന്ന്. അതൊക്കെ പണ്ടത്തെ ഓരോ ചൊല്ല്. പക്ഷേ എനിക്കാണെങ്കിൽ 3 2 ആണും ഒരു പെണ്ണിനെയും കിട്ടിയതിന് ശേഷം 4ാമത്തെ ആണ്. ഉമ്മ അത് ഞാനല്ലേ? ഷമ്മാസ് തിരിച്ചുകൊണ്ട് മോനെ. അപ്പോൾ ഞാൻ നാട്ടുകാർക്ക് എൻ്റെ കുട്ടി നാട്ടുകാർക്കും വീട്ടുകാർക്കൊക്കെ ഉപകാരം ചെയ്യുന്ന കുട്ടി തന്നെയല്ലേ? ആണേ, പറഞ്ഞത് ശരി തന്നെയാണ് കേട്ടോ. ഉമ്മാൻ്റെ ഒരു കാര്യം എന്തമ്മ, ഞാനൊക്കെ എന്തെങ്കിലും ഹെൽപ്പ് ഇല്ല, എൻ്റെ കുട്ടി ഉമ്മാനെ കൊണ്ട് കഴിയണത്ര ചെയ്യുന്നുണ്ടല്ലോ അല്ലേ? ഒരുവിധ ആൾക്കാർക്കൊക്കെ എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു മോനെ, ആ സൗദൻ്റെ വീടൊന്ന് നന്നാക്കി കൊടുക്കുക എന്നുള്ളത്. സൗദൻ്റെ വീടൊക്കെ ഒന്ന് നന്നാക്കി കൊടുക്കുക. എന്തൊക്കെ തന്നെയാലും മനുഷ്യന്മാരനല്ലേ, നമ്മൾ പോലെ ഈറും വാശും പോരും നോക്കണ്ട. നമ്മൾ അതിനുള്ള സംവിധാനം എന്താ വെച്ചാൽ ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. നമ്മളിങ്ങോട്ട് കാട്ടണമെന്ന് നോക്കരുതേ. നമ്മളിങ്ങോട്ട് എത്ര കാട്ടിയാലും നമ്മൾ അങ്ങോട്ട് ഉപകാരം ചെയ്യണം. അങ്ങനെയാണ് നമ്മുടെ മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അത്രയും ഇങ്ങോട്ട് ഉപദ്രവിച്ചാലും പുഞ്ചിരിച്ചിട്ടേ ഉള്ളൂ. അവരറിവില്ലാത്തത് കൊണ്ടല്ലേ എന്നാണല്ലോ പറഞ്ഞത്. എന്താല്ലേ ഹബീബിന് നമ്മളോടുള്ളൊക്കെ ഒരു സ്നേഹം, നമ്മളെ ഉമ്മത്തിനോട്. പഠിച്ചോനെ അല്ലാ, സലാത്തുകൾ നല്ല ചൊല്ലിക്കോളി മക്കളെ, മുത്ത് ഹബീബിൻ്റെ ഷഫാത്ത് കിട്ടാൻ വേണ്ടിയിട്ട്. നമുക്ക് വേണ്ടി ആ ഉമ്മത്തി എന്നാണ് പറഞ്ഞത്. നമ്മളെ ഹബീബിൻ്റെ സ്വഭാവ രീതി നമ്മൾ എടുക്കണേ.
ഇങ്ങോട്ട് കാട്ടണ നോക്കണ്ട. ഞമ്മക്ക് ഏതായാലും ഇനിയിപ്പോൾ നവാസിനൊന്ന് വിളിച്ച് നോക്കട്ടെ, സൗദൻ്റെ അടുത്തൊന്ന് പോയി പോരാ. കാരണം ഓലെ വീടും ഇതൊക്കെ ഒന്ന് നോക്കിയിട്ട് നമ്മക്കേ ഷാമോനെ ഒന്ന് പോയി നോക്കിയിട്ട് നമുക്ക് നവാസിനോട് ഞാൻ ചോദിച്ചു നോക്ക്. പോയി നോക്കിയിട്ട് നമുക്ക് എന്താ വെച്ചാൽ മട്ടം പോലെ കാട്ടി കൊടുക്കുക. എന്തൊക്കെ തന്നെ കാട്ടിയാലും പറഞ്ഞാൽ സാരില്ല. എൻ്റെ ഉമ്മാൻ അത്രയ്ക്ക് ചീത്ത പറഞ്ഞല്ലേ അമ്മ ഓലമ്മ. ഉമ്മാക്ക് പോകാൻ കഴിയോ മോനെ? ശരിയാണ്, എന്നെ കുറേ ചീത്ത പറഞ്ഞിക്കണ്. ചീത്ത പറഞ്ഞപ്പോൾ എനിക്ക് ഇങ്ങോട്ട് എൻ്റെ മനസ്സ് വല്ലാതെ വേദനിച്ചിക്കണ്. പക്ഷേ തിരിച്ചൊരു വാക്ക് ഞാൻ പറഞ്ഞിട്ടില്ല. ഓല സ്വഭാവം കാട്ടുക എന്ന് കരുതിയിട്ട് നമ്മളെ സ്വഭാവം കാട്ടണ്ടേ? ഇങ്ങനെ നമ്മളങ്ങോട്ട് ചീത്ത പറഞ്ഞാൽ തിരിച്ച് നമ്മൾ അങ്ങോട്ടും പറഞ്ഞാൽ എന്താവും? നമ്മൾ ഓലെപ്പോലായി. ഓല സ്വഭാവം കാണിക്കുക, നമ്മളെ സ്വഭാവം കാണിക്കുക. അതെ, അങ്ങനെ നമ്മളൊരു വീട്ടിൽ പോയി കണ്ട് ചീത്ത ആണെങ്കിൽ ഓല സ്വഭാവം അങ്ങനെ എന്ന് കരുതിയിട്ട് നമ്മളും അത്ര വീട്ടിലേക്ക് വരുമ്പോൾ ഒന്നും പറയാൻ പാടില്ല. നല്ല സ്നേഹത്തോടെ തന്നെ സ്വീകരിക്കണം. അങ്ങനെയാണല്ലോ വേണ്ടത്. എന്നാൽ ഒരു നിമിഷം ഷമ്മാസ്, എൻ്റെ ഉമ്മാൻ്റെ ഒരു കാര്യം, നിങ്ങളൊക്കെ ഒരു ഉമ്മ തന്നെയാണ് കേട്ടോ. കാരണം അത്രക്ക് മനസ്സിലൊന്നുമില്ല, അതെല്ലാവരും അകമഴിഞ്ഞ് സ്നേഹിക്കുക എന്നുള്ളൊരു കാര്യം. എൻ്റെ പൊന്നാര മോനെ, ഇന്നല്ലെങ്കിൽ നാളെ മരിച്ചു പോകേണ്ടതാണ്. നമുക്ക് ദേഷ്യം ഫസാദൊക്കെ ഇരുന്ന് നിന്നാൽ മതിയോ? പറ്റൂല. ഉള്ളത് നല്ല മട്ടത്തിൽ നമ്മളെ മുമ്പൊക്കെ വരുമ്പോൾ നല്ല മട്ടത്തിൽ സ്വീകരിക്കണം. ഈ ഒരു സമയത്ത് എൻ്റെ ഉമ്മയെ ഞാൻ അങ്ങോട്ട് കൊണ്ടുപോകാൻ എനിക്ക് അല്ല മോനെ, ഒന്ന് പോയി പോരാ. കാരണം ഇനിയിപ്പോൾ പ്രസവത്തിനൊന്നും അതിനകത്തൊന്നും അല്ലുമ്മ. എൻ്റെ ഉമ്മ എനിക്ക് നിങ്ങളോട് പറയാൻ, അഥവാ അവിടുത്തെ താത്ത നിങ്ങളെങ്ങാനും ചീത്ത പറഞ്ഞാൽ എനിക്ക് സഹിക്കാൻ കഴിയൂലമ്മ. അതുകൊണ്ട് ഞാൻ പോയിക്കോളമ്മ. എനിക്ക് അതിനുള്ള എൻ്റെ പൊന്നുമോനെ, ഈ ഒറ്റക്കാണോ പോണത്? ആ പെണ്ണിനെ ഒന്ന് കണ്ടൂടെ? അതുകൊണ്ടാണ് ഞാൻ വരുന്നത് കേട്ടോ. എന്നാൽ നവാസിനോട് ഒന്ന് പറയട്ടെ. മോനെ നവാസേ, മോനെ. ഉമ്മ എന്താണ് എനിക്ക് പണി? ഞാൻ ജസ്റ്റ് ഒന്ന് നടക്കുകയായിരുന്നു. പിന്നെ സൗദൻ്റെ അടുത്തേക്കൊന്ന് പോയി വരണം. എൻ്റെ ഉമ്മാൻ അത്രക്കും ചീത്ത പറഞ്ഞ് ഇറങ്ങിപ്പോയതാണ് അവർ. ഞാൻ പറഞ്ഞതുപോലും കേൾക്കാതെ ഓളെടുത്തേക്ക് എന്നെക്കൊണ്ട് കഴിയൂല പോകാൻ. അതെ, അത്രക്കും മോശം സ്വഭാവമാണ്. കഴിയില്ല. അത്ര ഞാൻ പറഞ്ഞു അവളോട് പോവല്ലേ, നമുക്ക് പിന്നെ 2 ആഴ്ച കൊണ്ട് പോകാം. കേട്ടില്ല, അവളെ ഇറങ്ങിപ്പോയില്ലേ. അതെ എൻ്റെ പൊന്നാര മോനെ, ഇനിയിപ്പോൾ എന്താ ചെയ്യുക? അങ്ങനെ നമ്മളെ കുട്ടി അവിടെ ഉള്ളതല്ലേ ശരിയാണ്, കുട്ടിയൊക്കെ ഉണ്ട്. പറഞ്ഞിട്ടെന്താ, മനുഷ്യത്വം വേണ്ട അല്പമെങ്കിലും. ഞാൻ അത്ര അവളോടും എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ ഓളെ ഞാൻ ഹെൽപ്പ് ചെയ്തിട്ട് ഓൾക്ക് ഒരു നിമിഷം നവാസ് അത് പറയണം വിചാരിച്ചു. അല്ല ഞാൻ മോനെ പല രീതിയിലെ പ്ലാനിങ് ഒക്കെ ഉണ്ടായിരുന്നു. അതെ, നവാസിനത് പറഞ്ഞാൽ അല്പം പേടി തോന്നും. ഉമ്മ എന്തെങ്കിലും പറയുമോ എന്ന് കരുതിയിട്ട് നവാസ് ഒരു നിമിഷം മിണ്ടാതെന്നു. നിങ്ങൾ തൽക്കാലം പോകണ്ട മോനെ. അതെന്താ? ഒന്നുമില്ല. നവാസിന് ചെറിയൊരു ഭയം ഉണ്ടായിരുന്നു. അവരുടെ വീടിൻ്റെ തൊട്ടടുത്ത് പൊങ്ങി വരുന്ന ഒരു വലിയ വീട്, അതെ, അതിൻ്റെ ഏകദേശ പണിയെല്ലാം പൂർത്തിയായി തുടങ്ങിയിട്ടുണ്ട്. ഇനിയുണ്ട് ബാക്കി കണ്ടിന്യൂ ചെയ്യാൻ. അത് ഉമ്മയോട് ഞാൻ പറഞ്ഞിട്ടില്ല. അത് സൗദിയുടെ പണി തന്നെയാണ്. ഉമ്മാനോട് പറയരുത് എന്ന് എനിക്ക് എൻ്റെ ഉമ്മാനോട് പറഞ്ഞു വെച്ചിട്ട് ഒന്നുമില്ല. പക്ഷേ ഇതുവരെ പറഞ്ഞിട്ടില്ല. പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഉമ്മ എന്നോട് ചോദിക്കും, എന്താ മോനെ ഉമ്മാനോടൊന്ന് പറയാനൊരു വാക്കും ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ആകെ വഷളാകും. എൻ്റെ ഉമ്മ ഞങ്ങളെയൊക്കെ ഇത്ര സ്നേഹിക്കുന്നുണ്ട്, പക്ഷെ ഞങ്ങൾ അങ്ങോട്ട് തിരിച്ച് അത്ര സ്നേഹം കൊടുക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. അതാണ്. പക്ഷേ ഉമ്മ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇനിയിപ്പോൾ അതൊക്കെ എനിക്കറിയില്ല. എൻ്റെ ഉമ്മ പോകേണ്ട തൽക്കാലം കേട്ടോ. അതെന്താ നവാസേ, ഞാൻ പോയാൽ എൻ്റെ മരുമകളെന്നല്ലേ സൗദി. എൻ്റെ സൗദി ഇപ്പോൾ ഫസീല അങ്ങനെയൊക്കെയും കാട്ടിക്കൂട്ടി പോയിട്ട് ഞാൻ ആശുപത്രിയിൽ പോയി പിടിച്ച് വലിച്ച് കൊടുന്ന് ICUവിലാക്കി അസുഖമൊക്കെ മാറിയതിന് ശേഷം പെരീക്കാക്കി കൊടുത്തു. ഒക്കെ നമ്മളെ കുട്ടികളും മരുക്കളും തന്നെയല്ലേ. നമ്മൾ ചെറിയൊരു പിഴവുണ്ട് വിചാരിച്ച് കണ്ട് അങ്ങനെ വാശി എടുത്ത് നിന്നിട്ട് കാര്യമില്ലല്ലോ. എന്നാൽ നവാസ് പറഞ്ഞു, എന്നാൽ ഉമ്മ പൊയ്ക്കോളി, ഞാൻ ഒന്നും പറയണില്ല. മോനെ, ഉമ്മാൻ്റെ കുട്ടി ഞാൻ ഇല്ലമ്മ. ഓലോല ഇഷ്ടം പോലെ ജീവിക്കട്ടെ. ഓൽക്കോല ഉമ്മാക്കും മക്കൾക്കൊക്കെ അങ്ങനെ ഒരു ജീവിതമാണ് ഇഷ്ടമായിരിക്കും. അതെ, ഭർത്താക്കന്മാരുടെ കൂടെ നിൽക്കുന്ന ഇഷ്ടമില്ലെങ്കിൽ അങ്ങനെ ജീവിച്ചോട്ടെ, കുഴപ്പമില്ല. എന്താ അതിനുള്ള ചിലവാണ്ട് അയച്ചെടുത്താൽ പോരെ? മോനെ, അല്ലാ പഠിച്ചോനെ. എന്നാൽ ഈ സമയം എന്ത് ചെയ്യണമെന്നറിയാതെ ഐഷുമ്മ പോകാതിരിക്കാൻ ഞാൻ പറ്റൂല. എൻ്റെ നവാസ് വന്നിട്ടില്ലെങ്കിൽ എനിക്ക് പോകണം. മോനെ, ഷാമോനെ. ഉമ്മ നമുക്കൊന്ന് പോയി വരാം കുഞ്ഞെ. എനിക്കൊരു പൊറുതിയേട്. കാരണം മനുഷ്യന്മാരെ കാര്യമല്ലേ. എന്തെങ്കിലും എന്നാലിപ്പോൾ ഫസീലാൻ്റെ അങ്ങോട്ട് റെഡിയാക്കിയപ്പോഴേ ഇനി നമുക്ക് ഇൻഷാ അല്ലാഹ് അവിടെ കൂട്ടിക്കൊണ്ടല്ലാണ് കഴിച്ചണം.
അതിന് മുമ്പ് ഇവളടുത്തൊന്ന് പോയി വരിക. ഉമ്മ, ഉമ്മാക്ക് വിരോധമില്ലേ പോയിക്കോളിമ്മ. പക്ഷേ എൻ്റെ ഉമ്മയെ ചീത്ത പറയുന്നത് എനിക്ക് ഇഷ്ടമല്ല. ആ തള്ള മോനെ അങ്ങനെ പറയല്ലേ ഉമ്മാൻ്റെ കുട്ടി. തള്ള ഒന്നും വിളിക്കല്ലേ. എന്തായാലും ഓളെ പെറ്റ ഉമ്മന്നല്ലേ. ഉമ്മാനങ്ങനെ തള്ള വിളിക്കുന്നത് ശരിയല്ല. പിന്നെ എന്തോമ്മ എൻ്റെ ഉമ്മാൻ അത്രക്കും ചീത്ത പറഞ്ഞ് പോയതിന് പിന്നെ ഞാൻ എന്ത് വിളിക്കും? ഉമ്മാന്നോ? എനിക്ക് കഴിയില്ല ഉമ്മ അതിനൊരു ഉമ്മയുടെ സ്ഥാനത്ത് കാണാം. മോനെ എത്രയായാലും ഉമ്മാൻ്റെ കുട്ടി കെട്ടിയ പെണ്ണല്ലേ സൗദ. അപ്പം പിന്നെ ഓലമ്മാനെ നമ്മൾ ബഹുമാനിക്കണം. ഉമ്മ ഇതുവരെ ബഹുമാനിച്ചിട്ടേ ഉള്ളൂ. എല്ലാം കണക്കിലേറെ. അതെ, കുറച്ചൊന്നല്ലമ്മ. ഞാൻ നവാസ് അത് തുറന്ന് പറയുവാൻ വേണ്ടി ഒരുങ്ങുകയാണ്. എന്നാൽ നവാസ് ഒന്ന് മടിച്ചു. മോനെ ആയിക്കോട്ടെ, എന്ത് സഹായം എന്തൊക്കെ ചെയ്താലും ഉമ്മാരന്നെയാണ്. നമ്മൾ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അവരെ ഉമ്മയും ഉപ്പയും നമ്മളെ ഉമ്മയും ഉപ്പാനും പോലെ നമ്മൾ കരുതണം. അങ്ങനെയാണ് കേട്ടോ. അല്ലാതൊരിക്കലും നമ്മൾ ഒരു അന്യരായി കാണരുത്. എൻ്റെ കുട്ടി പോരുന്നില്ലെങ്കിൽ ഞാനും ഷാമോനൊന്ന് പോയി വരാം. അതെ, ആ ഉമ്മയെ എത്ര തന്നെ ഇങ്ങോട്ട് ഉപദ്രവിച്ചിട്ടും എത്ര തന്നെ ഇങ്ങോട്ട് ചീത്ത പറഞ്ഞിട്ടും ഉമ്മ പോവുകയാണ്. അതെ, ഗർഭിണിയായ മരുമകളെ വിചാരിച്ച്. മോനെ ഷാമോനെ, ഉമ്മാൻ്റെ കുട്ടി ഒരുങ്ങിയോ? ആ ഉമ്മ ഒന്ന് സെറ്റ് ആയിക്കോളേ. ഒരു നിമിഷം ഷാമോനും വിചാരിച്ചു, എൻ്റെ ഉമ്മാൻ്റെ ഒരു കാര്യം, എൻ്റെ ഉമ്മയൊക്കെ എത്രക്ക് ചീത്ത കിട്ടിയിട്ട് ഉമ്മ അങ്ങോട്ട് ചെല്ലുകയാണല്ലോ. ഉമ്മാൻ്റെ മനസ്സ് അങ്ങനെയാണ്. ഉമ്മാൻ്റെ മനസ്സിലൊന്നുമില്ലേ. ആരെന്തൊക്കെ പറഞ്ഞാലും വാശിയും വൈരാഗ്യം എൻ്റെ ഉമ്മാക്കില്ല. മോനെ നമ്മൾ അങ്ങോട്ട് കാട്ടി നോക്കണ്ട, നമ്മൾ അങ്ങോട്ട് ചെല്ലണം. അപ്പോൾ നമ്മളെ മനസ്സിലൊന്നുമില്ലല്ലോ. പഠിച്ച നമ്മളെ ഹൃദയത്തിലേക്കാണ് അള്ളാഹുവിൻ്റെ നോട്ടം. നമ്മൾ ഏതൊക്കെ ചെയ്യണ കാട്ടിക്കൂട്ടണ് പഠിച്ച റബ്ബ് കാണുന്നുണ്ടാവും. അതുകൊണ്ട് ഉമ്മാൻ്റെ കുട്ടി വരി, വണ്ടി എടുത്തോളി. ഉമ്മ പെട്ടെന്ന് പർദ്ദ അണിഞ്ഞു. മോനെ നവാസേ, മക്കളെ വേണ്ടമ്മ, മക്കളെ കൊണ്ടുപോണ്ട. കാരണം മക്കളല്ലെങ്കിലേ അവൾക്കിപ്പോൾ ഇഷ്ടമില്ല. ആദ്യമൊക്കെ മക്കൾ നല്ല സ്നേഹമായിരുന്നു. പിന്നീട് ആ തള്ള പറഞ്ഞു കൊടുത്ത് മോനെ അങ്ങനെ പറയണ്ടടാ. അവർ പറഞ്ഞു കൊടുത്ത് ഇപ്പോൾ എൻ്റെ കുട്ടികളെ നോക്കാൻ ഒരു കൂടെ ഒന്ന് കെടുക്കുക, അല്ലെങ്കിൽ ഒന്ന് കുളിപ്പിക്കുക, ഭക്ഷണം കൊടുക്കുക, അങ്ങനത്തെ ഒരു കാര്യമുള്ളൂ ചെയ്യാതായിമ്മ. സത്യം പറഞ്ഞാൽ എൻ്റെ മക്കൾ എന്ത് പിഴച്ചിട്ട് പാവം മക്കൾ. അതുകൊണ്ട് തന്നെ ഞാൻ ഫസീലിനെ തിരിച്ചെടുക്കണം എന്ന് പറഞ്ഞു. ഇപ്പോൾ റാഹത്തായില്ലേ. ഇപ്പം മക്കളെ നോക്കാനോ അല്ല ഉമ്മാനെ തന്നെ കിട്ടിയില്ലേ. അതേ ഉമ്മ, എല്ലാം ഉമ്മ കണ്ടറിഞ്ഞ് ചെയ്തതുകൊണ്ട്. മോനെ ഒന്നും കരുതണ്ട, ഞങ്ങൾ പോയി തരാം. മോനെ ഷാമോനെ. അങ്ങനെ അതാ ഷമ്മാസ് വണ്ടി എടുക്കുന്നു. ഉമ്മ വണ്ടിയിൽ കയറിയിരുന്നു. ഷമ്മാസ് വണ്ടി സ്റ്റാർട്ട് ചെയ്തു. മോനെ, വാഹനത്തിൽ നിന്ന് ഉമ്മ പറഞ്ഞു. ഉമ്മ എന്തേ? അല്ല മോനെ, എവിടെങ്കിലും ഷോപ്പിൽ എവിടെ നിർത്തിച്ചേ മനകുട്ടി. ഉമ്മ എന്താ കൊണ്ടുപോകേണ്ടത്? എൻ്റെ പൊന്നാര കുട്ടി ഗർഭിണിയായ ഒരു പെണ്ണിൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ എന്താണ് കൊണ്ടുപോകേണ്ടത്? കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങണം. പള്ള കാണാനെന്ന് പണ്ടെല്ലാവരും പോകുമ്പോൾ ഈ കുറേ കണ്ടമാനം ബേക്കറി, ഹൽവ, അതുപോലെ തന്നെ മധുരമുള്ള പലതും. ഇപ്പം പിന്നെ അതൊന്നും ബേക്കറി അത്ര നല്ലതല്ലല്ലോ. ഉമ്മാൻ്റെ കുട്ടി കുറച്ച് നല്ല ഷോപ്പിൽ നിർത്തിക്കോ. കുറച്ച് ഫ്രൂട്ട്സ് അധികം വാങ്ങിക്കോ. പിന്നെ പോരാത്തിന് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് വാങ്ങിക്കോ. ഈത്തപ്പഴം, ബദാം, അതേപോലെ തന്നെ ക്യാഷു, അങ്ങനത്തെ കുറച്ച് പിസ്ത, അങ്ങനത്തെ കുറച്ച് വാങ്ങിക്കോളിമാരുട്ട്. അത് പിന്നെ തടിക്ക് കേടില്ല, നല്ലതുമാണ്. വൈറ്റമിൻസും അതേപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ നല്ല ഇതാണല്ലോ അത്. കുറച്ച് നല്ല ഈത്തപ്പഴം വാങ്ങിക്കിട്ട് കുഞ്ഞെ. അതെന്താണെന്നോ, ഇനി പാലിലൊക്കെ ജ്യൂസ് അടിച്ച് കുടിച്ചാലേ കുട്ടിക്ക് നല്ല ഇതൊക്കെയാണ് പറഞ്ഞേക്കാം. പിന്നെ ഇനി കുറച്ച് ഫ്രൂട്ട്സും ബേക്കറി അല്ലാതെ വാങ്ങണം. ഇനി പൂതിയാണെങ്കിൽ കുറച്ച് കറുത്തൽ വയറ്റ് അങ്ങനെ എന്തെങ്കിലും വാങ്ങാം. അത് നല്ല സൈസുള്ളത് വാങ്ങിക്കുക. പിന്നെ ഇളനീർ ഹൽവ അങ്ങനെയൊക്കെ എന്തൊക്കെ ഉണ്ടല്ലോ. അങ്ങനെ എന്തെങ്കിലും കുറച്ച് 1-2 ഐറ്റംസും വാങ്ങിക്കുക. ബേക്കറി വല്ലാതെ കൊടുക്കുക നല്ലത്. ഈ നേരത്തെ ഫ്രൂട്ട്സും ഡ്രൈ ഫ്രൂട്ട്സൊക്കെ തിന്നട്ടെ, അതാണ് നല്ലത്. അങ്ങനെ അതാ ഷമ്മാസ് കുറച്ചപ്പുറത്തുള്ള ഒരു ഷോപ്പിൽ നിർത്തുന്നു. ഉമ്മ ഇങ്ങോട്ട് കയറി വരും. മോനെ ആയിക്കോട്ടെ. അല്ലാ ഉമ്മ എന്താ വേണ്ടത്? നല്ല ഈത്തപ്പഴം കുറച്ച് വാങ്ങിക്കഞ്ഞേ. ഉമ്മ അതവിടെ കൊണ്ടുവന്നത് അതൊന്നും വേണ്ട, അതൊക്കെ ഇനിയിപ്പോൾ പുതിയ കുറച്ച് വാങ്ങുക. ഈ ഈത്തപ്പഴത്തിന് ഇത് അജുവല്ലുമ്മ, അത് മതിയോ? ഇതൊരു ഒരു 2-3 കിലോ ഇത് വാങ്ങാം. കാരണം എന്താണെന്നോ, അതൊരു എണ്ണീച്ച രാവിലെ തിന്നുന്നത് നല്ലത് കാരം. പിന്നെ ഇതൊരു 3 കിലോ കൊണ്ട് എടുത്തോളിട്ടാ. പിന്നെ ഇപ്പം എന്താ, ബദാം കുറച്ച് ഒരു 1-1.5 കിലോ ഒരു നോക്കാം കിലോന് ഇങ്ങനെ വിലാന്ന്. അതൊരു കിലോ വാങ്ങിക്കോളി. അതാകുമ്പോൾ പാലിൽ കരച്ച് കുടിച്ചാലേ നല്ലതാണ്. പിന്നെ തൊള്ളിയിലിട്ട് കുറച്ചാനേ
മുട്ടായിക്ക് പകരം പിസ്ത എടുക്കാം. ആ ഇനി കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് മറ്റേ അതുള്ള എടുത്തോ, ആ മധുരമുള്ള സൈസ് അങ്ങനത്തെ ഉണ്ടല്ലോ, മുട്ടായിക്ക് പകരമൊക്കെ അതാ നല്ലത്. ഉമ്മ ഇത് മതിയോ? തേൻനെല്ലിക്ക വേണോ? തേൻനെല്ലിക്ക ആ പൂതി ഉണ്ടാവും, അവൻ വാങ്ങിക്കോ കുറച്ച്. പിന്നെ പിന്നെ ഇപ്പം എന്താ, ഇപ്പോൾ ബദാം എടുത്തു, പിസ്ത എടുത്തു, അതേപോലെ ഈത്തപ്പഴം എടുത്തു. ഉമ്മ ഇത് വേണം വാൾനട്ട്, ഇത് ആ അവൻ കുറച്ച് മോനെ എടുത്തോ, എല്ലാം കൂടി കുറച്ച് എടുക്കുക. ഇനി കുട്ടികളവിടെ ഓലുള്ളതല്ലേ, അനുസത്തിയാളൊക്കെ ഉള്ളതല്ല, കോലും തിന്നോളും. അതൊക്കെ കുറച്ച് വാങ്ങിക്കും. കുറച്ച് ചെറീസും എടുത്തോ ഞാൻ. ആയിക്കോട്ടെ ആയിക്കോട്ടെ. ഇനി എന്താ, ഇനിയിപ്പോൾ ഇവിടെ ഇപ്പം ഇനിയിപ്പോൾ എന്താ, കുറച്ച് കുട്ടികൾക്ക് ചോക്ലേറ്റ് എന്തെങ്കിലും വാങ്ങിക്കോ, നല്ല ചോക്ലേറ്റ് ഒക്കെ ഉണ്ടല്ലോ. അതൊക്കെ കുറച്ച് വാങ്ങിക്കോ. പിന്നെ ഇനിയിപ്പോൾ ഞാൻ അപ്പുറത്തെ വീടിക്കാണ് പോകല്ലേ, ഇവിടെ ഇനിയിപ്പോൾ ഒന്നും കാര്യമായിട്ടില്ലല്ലോ. നല്ലതാണ് മോനെ, മറ്റേ അത്തിപ്പഴം ഉണ്ടല്ലോ, അതാ കോർത്ത് വെച്ച ആ സാധനം, അത് അത്തിപ്പഴം വെള്ളത്തിലിട്ടുകാണ്ട് തിന്നണൊക്കെ നല്ലതാണ് ഗർഭിണികൾക്കൊക്കെ. അതും കുറച്ച് വാങ്ങിക്കോ ഇമ്മാൻ്റെ കുട്ടി. അങ്ങനെ അതാ ഷമ്മാസ് അതും വാങ്ങുന്നു. അവിടെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ബില്ലായി. കാരണം എല്ലാം നല്ല വിലപിടിപ്പുള്ള ഡ്രൈ ഫ്രൂട്ട്സുകളായിരുന്നു അവിടേക്ക് കൊണ്ടുപോരുന്നത്. മോനെ ഇനി കുറച്ച് സാധാ ഫ്രൂട്ട്സ് വാങ്ങാം, കുറച്ച് അപ്പുറത്ത് കണ്ട് നിർത്തിക്കോളി. അങ്ങനെ അവർ കാറിൽ കയറി അപ്പുറത്ത് ഫ്രൂട്ട്സിൻ്റെ കടയിൽ. ഉമ്മ എന്തൊക്കെ വേണം? എൻ്റെ ഷാമോനിക്ക് ഞാൻ പറഞ്ഞ എൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ, എൻ്റെ കുട്ടിക്ക് അറിയാലോ. അറിയാമോ, എന്നാലും ഇപ്പം അങ്ങോട്ടാകുമ്പോഴെനിക്ക് ഒന്നും മോശമാക്കണ്ട വിചാരിച്ചിട്ട്. എന്താ എൻ്റെ കുട്ടിയെ മോശം? കുറച്ച് ഉറുമാമ്പഴം എടുത്തോ, ആപ്പിൾ എടുത്തോ, അതേപോലെ തന്നെ ഇപ്പം എന്താ മുസമ്പി എടുത്തോ, പിന്നെ വേറെ എന്തൊക്കെയാണ് ചെറിയ ഐറ്റംസ് ഫ്രൂട്ട്സൊക്കെ ഉണ്ട്, അതൊക്കെ കുറച്ചെടുത്തോ. അതൊക്കെ ഓരോ കിലോ വെച്ച് തരി ട്ടാ. അതെന്താ അറിയോ, ഫ്രൂട്ട്സ് ആകുമ്പോൾ കൂടുതൽ കൊണ്ടുവയ്ക്കാനും പറ്റൂലല്ലോ. ഒരു പാകത്തിന് ഡ്രൈ ഫ്രൂട്ട്സ് പിന്നെ കേടില്ല, കേടൊന്നും വരൂല. അങ്ങനെ അതാ ഒരുപാട് ഫ്രൂട്ട്സും കാര്യങ്ങളും ഒക്കെ വാങ്ങി. മോനെ പിന്നെ ഹൽവ ഒന്നും കിട്ടിയില്ല, 1-2 ഐറ്റംസ് അവിടുന്ന് വാങ്ങാം അപ്പുറത്ത്. ഇളനീരൽവേ പിന്നെ എന്താ കറുത്തൽവൊക്കെ ആയിട്ട് ഈത്തപ്പഴൽവ ഉണ്ടാവും. അങ്ങനെ 2-3 ഐറ്റംസ് അതും വാങ്ങിക്കോ. ഇനിയിപ്പോൾ നമ്മൾ പള്ള കാണാൻ ചെല്ലുക എന്നുള്ളത് എനിക്കല്ല ഞാൻ പോണത്. പള്ള കാണാൻ ചെല്ലത് ഇങ്ങനെയൊന്നല്ല, നല്ല മട്ടത്തിന് പോകണം കുടുംബങ്ങളൊക്കെ. ഇത് ഇപ്പോൾ ഈ മട്ടത്തിലാകുമ്പോൾ ഓരോ സ്വഭാവ രീതിയൊക്കെ എന്താ അറിയില്ലല്ലോ. അതുകൊണ്ട് അപ്പോൾ ഉമ്മാൻ്റെ കുട്ടി കുറച്ചും കൂടി അതൊക്കെ കുറച്ച് ബേക്കറി അങ്ങനത്തെ എന്തെങ്കിലും വാങ്ങിക്കോളിട്ടാ. അങ്ങനെ ഷമ്മാസ് വീണ്ടും അവിടെ പോയി നല്ല ഹൽവ മോഡൽ, നല്ല ഇളനീരൽവേ പിന്നെന്താ കറുത്തൽവേ, അതൊക്കെ 1-2 ഐറ്റംസ് വാങ്ങുന്നു. അത് പിന്നെന്താ ഇപ്പോഴത്തെ ഈ കുനാഫ ചോക്ലേറ്റ് എന്താ ഉണ്ടല്ലോ ഞാൻ അവിടെ, അതും കുറച്ച് വാങ്ങിക്കോളി. അങ്ങനെ അതാ ഷമ്മാസി എല്ലാം വാങ്ങി. എത്ര അതിൻ്റെ കുട്ടിയെ? അതൊക്കെ ഞാൻ കൂട്ടിക്കണ്. അല്ല മോനെ, ഇത് ഉമ്മാൻ്റെ കുട്ടീൻ്റെ ചിലവെന്നല്ല, ഇത് എൻ്റെ ചിലവെന്ന് എടുക്കണം. കാരണം ഇത് എൻ്റെ വകമായിട്ടുള്ളതാണ്, എൻ്റെ കുട്ടിയെ ഞാൻ വിളിച്ചിടുന്നതല്ലേ. അപ്പോൾ ബില്ല് കണക്കും കയ്യും ഇങ്ങോട്ട് കൊണ്ടെനിക്ക്, എന്നാലേ എനിക്ക് അതിനനുസരിച്ചാണ് തരാൻ പറ്റുള്ളൂ. ഉമ്മയുടെ ബാഗിൽ നിന്ന് ആ നോട്ടുകെട്ട് എടുത്തു. എൻ്റെ ഉമ്മാൻ്റെ നോട്ടുകെട്ട് കയ്യാറില്ല എൻ്റെ പൊന്നാര കുട്ടിയെ. പിന്നെ ഉമ്മാൻ്റെ മുതലിൻ്റെയും ഇതിൻ്റെ ഒക്കെ വരുമാനം ഇങ്ങോട്ടല്ലേ വരുന്നത്. നിങ്ങൾക്കൊക്കെ ഉള്ളത് ഇപ്പം ഏതായാലും ഒരു ഭാഗം വെച്ചേക്കണം, അതിൻ്റെ ശേഷം എപ്പോൾ മരിച്ചത് അതൊക്കെ ഉണ്ട്. ആയിക്കോട്ടെ, ഓരോരുത്തർക്കുള്ള എന്താ പറയുക കടകളും പെട്രോൾ പമ്പും സ്ഥലങ്ങളും ഇതൊക്കെ ആയിട്ട് അങ്ങനെ മാറ്റി നിങ്ങൾക്ക് 4 കുട്ടികൾക്കും വെച്ചിരിക്കണം. അതിലൊരോലും എനിക്ക് പിന്നെ എൻ്റെ മുതൽ എമ്പാടുണ്ട്. അയിമത്തെ വരുമാനം തന്നെ ഇങ്ങോട്ട് വരുന്നുണ്ട്. റബ്ബർ വെട്ടാനും അതിനെന്തിനും അടക്കക്കും അതിനെന്തിനൊക്കെ ആളെ ഏൽപ്പിച്ചൊക്കെയല്ലേ. അതിൻ്റെ അതിനനുസരിച്ചൊക്കെ പണിക്കാരെ ഏൽപ്പിച്ചതുകൊണ്ട് നമ്മളെ കയ്യിലേക്ക് പൈസ വരികയാണ്. അല്ല ഞാനത് പോയേക്കാൻ അതിനൊക്കെ ആളെ ഏൽപ്പിച്ച് നിർത്തിയിക്കല്ലേ എൻ്റെ പൊന്നാര കുട്ടിയെ. അപ്പോൾ പിന്നെ ഉമ്മാക്കിത് കൊടുക്കണ്ടേ, സക്കാത്തായിട്ട് കൊടുക്കണം. ഇതൊക്കെ ഇങ്ങനെ കയ്യിൽ വെച്ചിക്കാൻ പറ്റൂലല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഓരോരുത്തർക്ക് ഈ പെരയും അതുപോലെ തന്നെ ഇത് സഹായം ചെയ്ത് കൊടുക്കണം. നമുക്കിതൊക്കെ നല്ലതല്ല, നമ്മൾ അഴുക്ക് നമ്മളോട് ഒഴിവാക്കണം. പിന്നെ ഇതെന്ന് വെച്ചാൽ എൻ്റെ സന്തോഷം പോലെ എൻ്റെ മരുമകൾക്കിൻ്റെ പേരക്കുട്ടിക്ക് എന്ന് വെച്ചിട്ട് ഞാൻ കൊണ്ടുപോവാണ്, അല്ല വേറൊന്നും കരുതിയിട്ടല്ല. ഉമ്മ ഇത് ടോട്ടല് എന്തിനാ മടിക്കണത്? ബില്ല് ഉമ്മക്ക് കാണിച്ചു കൊടുത്തു. ആയിക്കോട്ടെ, എന്നാലും മടിയില്ല. അപ്പോൾ തന്നെ ഉമ്മ ആ ക്യാഷ് അവന് എണ്ണി കൊടുക്കുന്നു. എന്നാ എൻ്റെ ഇനി വണ്ടിക്കൂലി തന്നില്ല പറയണ്ട. എന്താ ഉമ്മ ഇതിങ്ങനെ? മോനെ ഇത് എൻ്റെ ആവശ്യത്തിനാണ്, അപ്പോൾ എൻ്റെ അടുത്ത് നിന്നുള്ള പൈസനെ എടുത്ത് ചിലവാക്കണം. അതാണ് നിങ്ങൾക്കൊക്കെ കുട്ടികളും കുടുംബവും കൂട്ടും ഒക്കെ ആയി വരികയാണ്, നിങ്ങൾക്കും ചിലവും കാര്യങ്ങളൊക്കെ നല്ലോണ്ടാവും. ഉമ്മ എനിക്കുണ്ട് ഉമ്മ, എൻ്റെ അടുത്ത് ഉണ്ടല്ലോ. പിന്നെ അതല്ല മോനെ, എൻ്റെ തൃപ്തിക്ക് ഇത് വാങ്ങിച്ചാളി. അങ്ങനെയെല്ലാം ഉമ്മ കൊടുത്തപ്പോൾ ഷമ്മാസ് പറഞ്ഞു, അപ്പോൾ ഉമ്മ എന്നെപ്പോൾ ഒരു മോൻ്റെ ലെവൽക്കൊന്നല്ല കാണുന്നല്ലേ, ഞാനിപ്പോൾ ഒരു ഡ്രൈവറും ഞാൻ അങ്ങനെയല്ല കുട്ടിയെ. ഉമ്മാൻ്റെ കുട്ടീനെ എല്ലായിടത്തേക്കും എനിക്ക് കിട്ടുള്ളൂ. നവാസിനെയും ഫൈസലിനൊന്നും കിട്ടൂലേ. ഓൽക്കൊക്കെ ഒരു ചില നേരത്തെ ഒരു സ്വഭാവമല്ലേ. ഉമ്മാൻ്റെ കുട്ടി എന്ന് വെച്ചാൽ ഉമ്മാൻ്റെ ഒപ്പം എപ്പോഴും ഉണ്ടാവും, എവിടേക്ക് വിളിച്ചാൽ എൻ്റെ കുട്ടി വരും. അതന്നെ വലിയ റാത്തല്ലേ.
ഒരിക്കൽ പോലും എൻ്റെ കുട്ടി എതിരിനോട് പറഞ്ഞിട്ടില്ല ഉമ്മ വേണ്ട എന്നുള്ളത്. ഇപ്പോഴും നവാസ് പറഞ്ഞു എന്തിനാ ഉമ്മ പോണത് അങ്ങനെ എങ്ങനെയൊക്കെ പറഞ്ഞു. പക്ഷെ എൻ്റെ കുട്ടി എന്താ പറഞ്ഞത്, ഉമ്മാക്ക് ചീത്ത കിട്ടിയതല്ലേ, ഉമ്മാക്ക് അങ്ങോട്ട് പോകാൻ കഴിയുമോ എന്ന് എൻ്റെ കുട്ടി ചോദിച്ചിട്ടുള്ളൂ. അപ്പോൾ ഉമ്മാൻ്റെ കുട്ടി എല്ലായിടത്തും ഞാൻ ഫസീലാൻ്റെ അടുക്കാണെങ്കിലും വേണ്ടിയില്ല, സൗദൻ്റെ അടുക്കായാലും വേണ്ടിയില്ല, നുസൈബാൻ്റെ അടുക്കും വല്യമ്മാൻ്റെ അടുക്കും എളാമ്മാൻ്റെ അടുക്കും ഒക്കെ ഉമ്മാൻ്റെ കുട്ടിയല്ല എൻ്റെ ഒപ്പം വരില്ല. എനിക്കൊരു സമാധാനം ചിന്നെ കൊണ്ടെടുക്കണമാതിരി ആർക്കെങ്കിലും കഴിയോ? ഇല്ല. എനിക്ക് 4 മക്കളുണ്ട്, അതിൽ 3 അത്ര കഴിയൂല. ഒന്ന് പെണ്ണാണക്ക. പക്ഷേ ഇമ്മാൻ്റെ കുട്ടിയെന്ന് വെച്ചാൽ എൻ്റെ മട്ടത്തിന് ഇങ്ങനെ കൊണ്ട് നടക്കാൻ എൻ്റെ കുട്ടീനെ ഉഷാറാണ്. അന്ന് വയനാട്ടിലേക്ക് ടൂർ പോയിട്ടും അവിടെ നിർത്തിയിട്ടും ഇവിടെ നിർത്തിയിട്ടും അങ്ങനെ ചെയ്യിപ്പിച്ചിട്ടും അതൊക്കെ ഉമ്മാൻ്റെ കുട്ടി എനിക്ക് തരുന്നൊരിതാണ്. 4ാം കുട്ടി നാട്ടുകാർക്ക് ഉപകാരം ചെയ്യുന്ന പറഞ്ഞാൽ ഇതന്നെയാണ്. നാട്ടുകാർക്കല്ല, എനിക്കാണ് വലിയ ഉപകാരം. ഷമ്മാസിനെ കുറിച്ച് ഉമ്മ കുറച്ച് പുകഴ്ത്തി പറഞ്ഞപ്പോൾ ഷമ്മാസ് എൻ്റെ ഉമ്മോ, ഈ ഉമ്മ ഇത്രമാത്രം എന്നെ പറഞ്ഞിങ്ങട്ട്, അല്ല മോനെ ഇജ് ആ കുട്ടിക്കുള്ളത് വാങ്ങി ഞാൻ പറഞ്ഞത് വാങ്ങിയോ? ഉമ്മ ആദ്യം വാങ്ങിയിട്ടുണ്ട്. ആയിക്കോട്ടെ, എന്നാൽ ഉമ്മ മക്കളില്ലാതെ അത് സാരമില്ല, നമുക്കൊന്ന് പോയി പോരാ, മക്കൾ നവാസിൻ്റെ അടുത്തല്ലേ, അവിടെ നിൽക്കട്ടെ, കുഴപ്പമൊന്നുമില്ല. ഇന്ന് നമുക്ക് അവിടെ പോയിട്ട് അവിടെ ഒന്ന് പോയി തരണേട്ടാ. ഉമ്മ കൊണ്ടോണോ? എൻ്റെ പൊന്നാര കുട്ടി, അത് ഉമ്മാൻ്റെ കുട്ടീൻ്റെ ഇഷ്ടം പോലെ ഇക്കഞ്ഞിപ്പോൾ 60 കഴിഞ്ഞില്ലേ, ഇനി അപ്പോൾ വാശി പിടിച്ചണില്ല. ആ ഉമ്മാൻ്റെ കുട്ടീൻ്റെ ഇഷ്ടം എങ്ങനെയാ വെച്ചാൽ അങ്ങനെ ചെയ്യുക. അത് കേട്ടപ്പോൾ ഷമ്മാസിൻ്റെ മനസ്സിൽ ലഡ്ഡു പൊട്ടി. അവൻ്റെ മുഖത്ത് ഒരു പുഞ്ചിരി വിടർന്നു. ഉമ്മ അത് കണ്ടു. എൻ്റെ കുട്ടിയെ വല്ലാത്തൊരു, എന്നാലായിക്കോട്ടെ അൽഹംദുലില്ലാ, ഇത്ര ആയില്ലേ, 60, 65, 70 ഒക്കെ എത്തിത്തുടങ്ങി. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല, ഇനി നമുക്ക് അങ്ങോട്ട് കൊണ്ടുപോവാം, ഇനിയിപ്പോൾ വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. എന്തിയേ കേട്ടോ, അല്ല ഉമ്മ 90 ആക്കണമെന്നെ ആക്കാട്ടോ. എൻ്റെ പൊന്നാരേ, അതൊക്കെ ഉമ്മാൻ്റെ കുട്ടീൻ്റെ ഇഷ്ടം എന്ന് പറഞ്ഞില്ലേ, അല്ല ഇജ്ജ് എടുത്തേക്കണോ സാധനം? അല്ലമ്മ അവൾക്ക് സാധനം വാങ്ങിയിട്ടില്ല കേട്ടോ. അത് നമുക്ക് വാങ്ങാം, ഏതായാലും ഫസ്റ്റ് ഇവിടെ പോവുക. അങ്ങനെ ഷമ്മാസും ഉമ്മയും നേരെ സൗദിയുടെ വീട്ടിലേക്ക് എത്തുന്നു. സൗദിയുടെ വീട് കണ്ടപ്പോൾ തന്നെ ഉമ്മാക്ക് പഠിച്ചോനെ പാവല്ല മോനെ, ചെറിയൊരു വീട് കാണുമ്പോൾ ഒരു ഇടങ്ങാറാ മോനെ, ഉമ്മാൻ്റെ കുട്ടീന്ന് ചോദിച്ചു നോക്കട്ടെ, വീട് പണിനെ കുറിച്ചൊക്കെ ഒന്ന് ഉമ്മ നോക്കട്ടെ, അവരുടെ സ്വഭാവവും കാര്യങ്ങളും ഏതാ അറിയില്ലല്ലോ. ഏതായാലും നമുക്ക് നോക്കാം. ഷമ്മാസിൻ്റെ മനസ്സിൽ ചെറിയൊരു ഭയമുണ്ട്. കാരണം എന്താ, അവരുടെ സ്വഭാവ രീതി അങ്ങനെയായിരുന്നു. അന്ന് അത്രക്കും ചീത്ത പറഞ്ഞു പോയതാണ്. വീണ്ടും ആ വീട്ടിലേക്ക് ഈ കണ്ട സാധനമൊക്കെ താങ്ങി പിടിച്ച് പോകുമെന്ന് പറയുമ്പോൾ എൻ്റെ ഉമ്മാൻ്റെ കാര്യമാണ് ഞാൻ ആലോചിക്കണത്. ആ ചെറിയ വീട് കണ്ടപ്പോൾ ഉമ്മ പറഞ്ഞു, മോനെ അങ്ങോട്ട് നോക്കടാ, അതിൻ്റെ അപ്പുറത്ത് വലിയൊരു വീട് പൊന്തുണ്ടല്ലോ മോനെ, അതൊരു വീട് നമുക്ക് ഓൾക്ക് എടുത്തു കൊടുക്കാൻ പറ്റുമെങ്കിൽ. എൻ്റെ ഉമ്മ അത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള കോടിക്കണക്കിന് രൂപ വരുന്ന വീടാണ്, അങ്ങനത്തെ ആണ് വേണ്ടത്. മോനെ അങ്ങനത്തെ ഒന്ന് എടുത്തു കൊടുക്കുക, എല്ലാവർക്കും വലിയ പെരായില്ലേ. ഇനിയിപ്പോൾ നുസൈബാൻ്റെ പെരപ്പണി എന്തായി, തറപ്പണി എന്തെങ്കിലും ആയോ? അതുമ്മ ഞാൻ ഏൽപ്പിച്ചിക്കണേ. ആയിക്കോട്ടെ, ഇനി ഇവൽക്കും കൂടിയാണ് പേരാക്കിയാലേ പിന്നെ നമ്മളെ ഫസീലാക്കുള്ളത് അതങ്ങോട്ട് അയക്കണേ. അത് പിന്നെ പുതിയ അങ്ങനെ എടുത്തേക്കുകയാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ നമ്മളെ പേരൻ്റെ എടുത്തേക്കായിട്ട് അങ്ങനെ എടുപ്പിച്ചാൽ കേട്ടോ. ഇപ്പോൾ തൽക്കാലം അവിടെ നിൽക്കട്ടോല്. ഏതായാലും ഇനിയിപ്പോൾ 2 കൂട്ടരും കൂടി ഒപ്പമാകുമ്പോഴേ ചിലപ്പം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനും ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അത് തൽക്കാലം അവിടെ നിൽക്കട്ടെ. അങ്ങനെ അവർ കാറിൽ നിന്ന് ഇറങ്ങി. അവരുടെ വീടിൻ്റെ മുമ്പിലേക്ക് കാറ് പോവില്ല, കുറച്ചപ്പുറത്ത് അവർ കാറ് നിർത്തി. ദൂരെ ഒരു കാറ് നിർത്തി. അപ്പുറത്താണ് റജിനത്താൻ്റെ വീട്. അവർ കാണില്ല. അവർക്ക് വലിയ ചുറ്റുമതിലുണ്ടായത് കൊണ്ട് തന്നെ അവിടേക്ക് വാഹനങ്ങൾ വരുന്നൊന്നും അവർ കാണൂല. അല്ലാ മോനെ, ഷാമോനെ, ഉമ്മ ഇറങ്ങി, ഞാൻ സാധനങ്ങളൊക്കെ എടുക്കാം. ഷാമോന് ഡിക്കിയിൽ നിന്ന് സാധനങ്ങളെല്ലാം എടുത്തു. ഉമ്മ വരി. മോനെ കുറച്ചേരം ഇരുന്നപ്പോഴേ കാലിൻ്റെ മുട്ടുകൊണ്ട് വല്ലാതെ വയ്ക്കണില്ല, ഉമ്മ വരി, ഞാൻ പിടിക്കാം. ഷമ്മാസ് ഉമ്മയുടെ കൈ പിടിച്ചുകൊണ്ട് നടന്നു. എന്നാൽ ഈ സമയം സൗദയുടെ വീട്ടിൽ അവളുടെ അനിയത്തി എന്തിനോ വേണ്ടിയിട്ട് കോലായുടെ ഭാഗത്തേക്ക് എത്തിയിരുന്നു. പെട്ടെന്ന് ഷമ്മാസിനെയും ഉമ്മയെയും കണ്ട് അവൾ അകത്തേക്കോടി. അതെ, പിന്നെ ആരൊക്കെ ഇങ്ങോട്ട് വരുന്നുണ്ട് എന്നുള്ള രീതിയിൽ ആ പെണ്ണ് അവിടെ പോയി പറഞ്ഞു. ഒരു നിമിഷം സൗദയുടെ ആരങ്ങോട്ട് വരാന്, എൻ്റെ ബാപ്പ വരുന്നുണ്ടോ? എൻ്റെ ബാപ്പല്ലേ അങ്ങോട്ട് വരുള്ളൂ, എൻ്റെ ബാപ്പയും വരവ് മാറ്റി. ഉമ്മ അത് സൗദത്താൻ്റെ ഓൻ വരും. ഓണ്ട് വന്നവൻ്റെ കാല് ഞാൻ വെട്ടും, ഇതുവരെ വരാതൊന്ന് കണ്ട്. ഒരിക്കൽ പോലും ഐഷുമ്മയും ഷമ്മാസും വരുന്നത് ആ ഉമ്മ തീരെ കൊളർത്തിയില്ല. ആരടി വരുന്നത്, എൻ്റെ ബാപ്പ എൻ്റെ തന്ത വരുന്നുണ്ടോ?
അതെ, ആ ഉമ്മയുടെ വായിൽ നിന്ന് അനാവശ്യ വാക്കുകളാണ് വരുന്നത്. ഉമ്മ സത്യമായിട്ടും ഇത്താത്ത, അത് പുത്തൻവീട് തറവാട്ടത്തെ ആരൊക്കെയോ ഇങ്ങോട്ട് വരുന്നുണ്ട്. ഒരു നിമിഷം സൗദ ഞെട്ടിപ്പോയി. പഠിച്ചോനെ, എന്തായിരിക്കും ഷമ്മാസും ഉമ്മയും അങ്ങോട്ട് ചെല്ലുമ്പോൾ അവരുടെ പ്രതികരണം? അവർ സ്വീകരിക്കുമോ അതോ ചീത്ത പറയുമോ? എന്താണ് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരുടെ അഭിപ്രായം? നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ഇൻഷാ അല്ലാ നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇന്നിപ്പോൾ സ്കൂളൊക്കെ പൂട്ടുകയാണല്ലോ അല്ലേ? അപ്പോൾ ഇൻഷാ അല്ലാ അന്ന് ഞാൻ പുതുപ്പറമ്പ് വീട്ടിലേക്ക് പോകും. ഇനി അവിടെ നിന്നായിരിക്കട്ടെ, ചിലപ്പോൾ 2 ദിവസം അവിടെ നിൽക്കും. പിന്നെ വയനാട്ടിലേക്കൊന്ന് പോകണം എന്നൊക്കെ ഉണ്ട്. അപ്പോൾ നല്ല തണുപ്പാണല്ലോ അല്ലേ? ഇവിടെയൊക്കെ നമ്മളെ നാട്ടിൽ തന്നെ എത്ര തണുപ്പുണ്ട്, അപ്പോൾ വയനാട്ടിലൊക്കെ എത്ര തണുപ്പുണ്ടാവും. അപ്പോൾ അവിടേക്കൊന്നൊരു പോകേണ്ട ഒരു ആവശ്യമുണ്ട്. ഉമ്മാൻ്റെ വീട് അവിടെയാണ്, അങ്ങോട്ടും പോകണം. പിന്നെ ഇൻഷാ അല്ലാ ഇന്നിപ്പോൾ പുതുപ്പറമ്പൊക്കെ പോകാന്ന് പറയുമ്പോൾ ഒരു സന്തോഷമാണല്ലോ. നമ്മുടെ ഉമ്മാൻ്റെയും ഉപ്പാൻ്റെയും അടുത്തേക്ക് പോകുക പറയുമ്പോൾ അല്ലേ, നമ്മുടെ ഉമ്മമാരും ഉപ്പമാരും ജീവിച്ചിരിക്കുന്ന കാലത്ത് നമ്മൾക്ക് ഇടയ്ക്കിടെ അവിടെ പോകാഞ്ഞാലൊരു സങ്കടമാണല്ലോ. അപ്പോൾ ഉപ്പം കുറച്ച് ദിവസം വൈകിയാൽ തന്നെ ഉപ്പ വിളി തുടങ്ങും കേട്ടോ, എന്താ വരാനായില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട്. ഇങ്ങനെ ഉമ്മ പറയും കുറേ ദൂരമല്ലേ, ബുദ്ധിമുട്ടല്ലേ എന്നൊക്കെ പറഞ്ഞ് ഉമ്മ അങ്ങനെ പറയും. പക്ഷേ ഉപ്പാക്ക് ഇടയ്ക്കൊന്ന് ചെല്ലണം കേട്ടോ, അല്ലെങ്കിൽ ഉപ്പാക്ക് ഭയങ്കര ഒരു സങ്കടമാണ്. അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ മാതാപിതാക്കൾ ജീവിച്ചിരിക്കുന്ന കാലം എന്ന് പറഞ്ഞാൽ നമുക്ക് നല്ല സൗഭാഗ്യം കിട്ടുന്ന കാലമാണല്ലോ അല്ലേ? നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് സന്തോഷങ്ങൾ നൽകുന്ന ഒരു കാലമാണ് നമ്മുടെ മാതാപിതാക്കൾ ജീവിച്ചിരിക്കുന്ന കാലം എന്ന് വെച്ചാൽ. അപ്പോൾ നമ്മൾ ഈ കഥ കേൾക്കുന്ന ഒരുപാട് ആളുകളിൽ അവരുടെ മാതാപിതാക്കൾ മരണപ്പെട്ടവരുണ്ട്, ഉപ്പമാർ മരണപ്പെട്ടവരുണ്ട്, ഉമ്മമാർ മരണപ്പെട്ടവരുണ്ട്. അങ്ങനെ ഒരുപാടല്ലേ. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെയൊക്കെ ഖബറിടം വിശാലമാക്കി കൊടുക്കട്ടെ. നാളെ ജന്നാത്തിൽ ഫിർദൗസിൽ നമ്മുടെ മാതാപിതാക്കളുടെ കൂടെ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂടുവാനുള്ള ഭാഗ്യം നമുക്ക് എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്തൊക്കെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ എല്ലാ പ്രശ്നങ്ങളും പ്രയാസങ്ങളും തീർത്ത് കൊടുക്കട്ടെ. നമ്മളിൽ പലർക്കും ഹജ്ജിനും ഉംറക്കൊക്കെ പോകാൻ നല്ല ആഗ്രഹമുണ്ട്. അല്ലാഹുവേ, ഒരു ഉംറയെങ്കിലും ചെയ്യുവാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് നൽകണേ എന്ന് പറഞ്ഞ് നമ്മളൊക്കെ ദുആ ചെയ്യാറുണ്ട് അല്ലേ? അപ്പോൾ നമ്മളുടെ മനസ്സിൽ ഒരുപാട് ആഗ്രഹിച്ച് നമുക്ക് അല്ലാഹു നൽകും. അത് ചെയ്യാത്തവർക്ക് വളരെയധികം ആഗ്രഹമായിരിക്കും, ചെയ്തവർക്ക് അതിലേറെ ആഗ്രഹമായിരിക്കും. അപ്പോൾ നമുക്ക് എല്ലാവർക്കും നമ്മുടെ മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചാരത്ത് പോയിട്ട് അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാ എന്ന് കരഞ്ഞുകൊണ്ട് പറയുവാനും, അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പരിശുദ്ധമാക്കപ്പെട്ട കഅബ ഷരീഫിൻ്റെ അരികിൽ ആ കില്ല പിടിച്ചൊന്ന് കേഴുവാനും ഉള്ള ഭാഗ്യം നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് നിർത്തുന്നു. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.